എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 64 ശ്ലോകം 26, 27, 28, 29, 30, 31, 32, 33, 34, 35 10 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ഭഗവാനോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നു മൃഗമഹാരാജാവ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. സത്വം കഥം മമ വിഭോ അക്ഷിപഥ പരാത്മാ യോഗേശ്വരൈ ശ്രുതിദൃശാമലകൃത് വിഭാവ്യ സാക്ഷാദഥോട് ഉരുവ്യസനാന്ധബുദ്ധേ സ്യാന്മേനു ദൃശ്യൈഹ യസ്യ ഭവാപവർഗം. ഹേ വിഭോ, അവിടുത്തെ എന്റെ മാംസചക്ഷുഷുകൾ കൊണ്ട് ഇപ്പോ കാണാൻ സാധിച്ചതിൽ ഞാൻ ഏറ്റവും ആശ്ചര്യപ്പെടുന്നു. യോഗീശ്വരന്മാർ കൂടി ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമില്ലാത്ത നീന്തിരുവടിയുടെ ഉപനിഷത് വാക്യങ്ങളാകുന്ന നേത്രം കൊണ്ട് അവരുടെ പരിശുദ്ധമായ ഹൃദയകമലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുപോലെ കാണാൻ സാധിക്കുന്നില്ല യോഗീശ്വരന്മാർക്ക് കൂടി. ഞാനാവട്ടെ കൃകലാസം ഒരു ഓന്ത് എന്ന നീച്ച യോനിയിൽ ജനിച്ചത് നിമിത്തമുള്ള അതിദുഃഖത്താൽ ആലോചനാശക്തി തീരെ നശിച്ച് അന്ധനായിരിക്കുന്നു. ഇഹ ജന്മത്തിൽ മുക്തി പ്രാപിക്കാനുള്ള യോഗ്യത ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവർക്ക് മാത്രമേ നീന്തിരുവഴിയെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് മൂഢനായ എനിക്ക് അവിടുത്തെ സന്ദർശിക്കാൻ സാധിച്ചത് എന്തൊരാശ്ചര്യമാണ്. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഹൃഷീകേശ പുണ്യശ്ലോക അച്യുത അവ്യയ മാം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ യത്ര ക്വാപി സദശ്ചേതോ ഭൂയാന്മേ ത്വത്പദാസ്പദം. ഭക്തിയുടെ ആധിക്യ നിമിത്തം പല വിധത്തിലുള്ള സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മൃഗമഹാരാജാവ്. ഹേ ദേവദേവ, ഹേ ജഗന്നാഥ, ഹേ ഗോവിന്ദ, ഹേ പുരുഷോത്തമ, ഹേ നാരായണ, ഹേ ഹൃഷീകേശ, ഹേ പുണ്യശ്ലോക, ഹേ അച്യുത, ഹേ അവ്യയ, ഹേ പ്രഭു, ഹേ കൃഷ്ണ. ദേവലോകത്തേക്ക് പോവാൻ ഭാവിക്കുന്ന എന്നെ ആജ്ഞാപിച്ച് അയക്കണമേ, അനുഗ്രഹിച്ച് അയക്കണേ. ഏത് ദിക്കിൽ ഞാൻ ഇരിക്കുന്നതായാലും എന്റെ മനസ്സ് അവിടുത്തെ തന്നെ ആശ്രയിച്ചിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എത്ര നല്ല പ്രാർത്ഥനയല്ലേ. നമുക്ക് എല്ലാവർക്കും എന്നും പ്രാർത്ഥിക്കാൻ പറ്റിയ 2 ശ്ലോകങ്ങളാണ്. നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമ. നമസ്കരിച്ചുകൊണ്ട് പോവാണ്. സർവത്തിന്റെയും ഉൽപ്പത്തി സ്ഥാനമായും സൃഷ്ടിയാദി കർത്തൃത്വം ഉണ്ടെന്നിരിക്കലും നിർവികാരനായും അനന്തശക്തിയുക്തനായും സർവോപാദാന സ്വരൂപനായും ഇഷ്ടാപൂർത്താദി കർമ്മങ്ങളുടെ ഫലദാതാവുമായിരിക്കുന്ന ആനന്ദമൂർത്തിയായ ഇന്ദിരുവടിക്ക് നമസ്കാരം നമസ്കാരം. ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനാഗ്രം ആരുകൾ പശ്യതാം നൃണാം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കാരം ചെയ്തു മഹാരാജാവ്. അപ്പോതാ ഭഗവാൻ ആ സ്വർഗത്തിലേക്ക് പോവാനുള്ള അനുജ്ഞ നൽകി. അനേക ജനങ്ങള് കണ്ടുകൊണ്ട് നിൽക്കെ തന്നെ അതിശ്രേഷ്ഠമായ അതൊരു വിമാനം വന്നു ആ മൃഗമഹാരാജാവിനെ വഹിച്ചുകൊണ്ട്
അഭിമാനം ആ സ്വർഗത്തിലേക്ക് അങ്ങനെ പോവുകയും ചെയ്തു. ഭഗവാൻ അപ്പൊ പറയാണ്, കൃഷ്ണ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുത ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. സർവൈശ്വര്യ പരിപൂർണനും ധർമ്മസ്വരൂപനും ബ്രാഹ്മണ ഭക്തനുമായ ദേവകീപുത്രൻ ശ്രീകൃഷ്ണൻ രാജാക്കന്മാരെ അനുശാസനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ദുർജരം വദ ബ്രഹ്മസ്വം ഭുക്തമഗ്നേർമനാ അപി തേജീയസോപി കിമുത രാജ്ഞാം ഈശ്വരമാനിനാം. അഗ്നിയെ പോലെ ഉത്കട ശക്തിയുള്ളവർക്ക് പോലും ബ്രാഹ്മണന്റെ സ്വത്ത് അല്പം മാത്രമെങ്കിലും സ്വീകരിക്കാൻ പാടില്ല. എത്ര യോഗ്യനാണെങ്കിലും ബ്രാഹ്മണന്റെ സ്വത്ത് ഒരു ചെറിയൊരു അംശം പോലും അപഹരിച്ചാൽ അതിന്റെ ഫലം തിക്തമായിട്ടുള്ള ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് പറയാം. ഭഗവാൻ പറയാണ്, ഈശ്വരാഭിമാനികളായിരിക്കുന്ന രാജാക്കന്മാർക്ക് ഒട്ടും അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അഭിമാനം മാത്രമല്ലാത്ത ഈശ്വരത്വം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ബ്രഹ്മസ്വം അപഹരിച്ചാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ച് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയാണ് ഭഗവാൻ. നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. പ്രസിദ്ധമായിട്ടുള്ള ഹാലാഹലം അതത്ര വിഷാണെന്ന് ഞാൻ വിചാരിക്കണില്ല. എന്തുകൊണ്ട് എന്നാൽ അതിന്റെ കഠിന ശക്തിയെ നശിപ്പിക്കാൻ പ്രത്യൗഷധം ലോകത്തിലുണ്ട്. അതിനെ നശിപ്പിക്കാനുള്ള വേറൊരു ഔഷധമുണ്ട്. പക്ഷേ പ്രതിവിധിയില്ലാത്ത വിഷം ബ്രാഹ്മണന്റെ മുതലാണെന്ന് മുമ്പേ പറയപ്പെട്ടിരിക്കുന്നതാണ്. ബ്രഹ്മസ്വാപഹരണം സർവഥാ വർജിക്കേണ്ടതാണ്. ഹിനസ്തി വിഷമത്താരം വന്ഹിരദ്ഭി പ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണി പാവക. വിഷത്തിനേക്കാളും തീയിനേക്കാളും ഉഗ്രത ബ്രഹ്മസ്വത്തിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ വിഷത്തെ ആരാണ് ഭക്ഷിക്കുന്നത്? അവനെ മാത്രമേ വിഷം നശിപ്പിക്കുള്ളൂ. അഗ്നി ഒന്നിന്മേൽ പിടികൂടി അതിനെ ദഹിപ്പിക്കാൻ പുറപ്പെട്ടാൽ കുറെ വെള്ളം അതിന്മേൽ ഒഴിച്ചാൽ ആ തീയ് കെട്ടുപോകും. പക്ഷേ ബ്രാഹ്മണന്റെ സ്വത്താകുന്ന അരണിയിൽ നിന്നുണ്ടായ തീയ് ഏത് കുലത്തിൽ കടന്നുകൂടുന്നുവോ ആ കുലത്തെ മുഴുവനും ദഹിപ്പിക്കും. ഭഗവാൻ പറയുന്നു, ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം പ്രസഹ്യ ദുബലാൽ ഭുക്തം ദശപൂർവാൻ ദശാപരാൻ. നല്ല സമ്മതം സിദ്ധിക്കാതെ ഒരാള് ബ്രാഹ്മണന്റെ മുതല് അനുഭവിക്കുന്നു എങ്കിൽ, അതായത് വളരെ സന്തോഷത്തോടു കൂടി കൊടുക്കുകയാണെങ്കിൽ മാത്രം, അല്ലാതെ ആ ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിക്കുകയാണെങ്കിൽ അനുഭവിച്ചവനെയും അവന്റെ പുത്രനെയും പൗത്രനെയും കൂടി അത് നശിപ്പിക്കും. ശക്തി ഉപയോഗിച്ച് അപഹരിച്ച് അനുഭവിക്കപ്പെടുന്ന പക്ഷം 10 തലമുറ മുമ്പും പിമ്പും ഉണ്ടാകുന്നവരെയും, അച്ഛൻ മുത്തച്ഛൻ ഇങ്ങനെ കഴിഞ്ഞുപോയ 10 തലമുറയെയും, പുത്രൻ പൗത്രൻ ഇങ്ങനെ വരാൻ പോകുന്ന 10 തലമുറയെയും നശിപ്പിക്കും. ശക്തി ഉപയോഗിച്ച് അപഹരിക്കുകയാണെങ്കിൽ അങ്ങനെ നരകാഗ്നിയിൽ വീഴ്ത്തി ദുഃഖം അനുഭവിപ്പിക്കും ബ്രഹ്മസ്വം അപഹരിച്ചാൽ. ഭഗവാന്റെ തന്നെ വാക്കാണത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.